സൂപ്പർ ഹിറ്റ് സിനിമകളും കോടി ക്ലബ്ബുകളും കൊണ്ട് നിറഞ്ഞ വർഷമായിരുന്നു 2024. പക്ഷെ ചിലരുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. പല ഭാഷകളായി പുതുമുഖ സംവിധായകരും പുതുമുഖ അഭിനേതാക്കളും കത്തിക്കേറിയപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ സൂപ്പർ താരങ്ങൾക്ക് 2024 ഒരു മോശം വർഷമായി. ബോക്സ് ഓഫീസിൽ സിനിമകൾ ചലനമുണ്ടാക്കിയെങ്കിലും പല സൂപ്പർ സ്റ്റാറുകൾക്കും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കാനായില്ല. മോശം അഭിനയവും മോശം സിനിമാ തെരഞ്ഞെടുപ്പും സൂപ്പർ താരങ്ങളെ അകറ്റി നിർത്തി. എന്നാൽ 2025 പിറക്കുന്നത് വലിയ പ്രതീക്ഷകളുമായിട്ടാണ്. മോഹൻലാലിന്റെ മോശം സമയം 2024 തുടർന്നിരുന്നു. 2 സിനിമകളായിരുന്നു മോഹൻലാലിൻ്റെതായി 2024 പുറത്തിറങ്ങിയത്, മലൈക്കോട്ട വാലിബനും ബറോസും. എന്നാൽ വലിയ പ്രതീക്ഷയിലെത്തിയ 2 സിനിമകൾക്കും ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കാനായില്ല. വലിയ പ്രീ റിലീസ് ഹൈപ്പിലെത്തിയ സിനിമകൾ പ്രേക്ഷകരെയും നിരൂപകരെയും തൃപ്തിപ്പെടുത്താത്ത അനുഭവമായി. എന്നാൽ തന്റെ കിരീടം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് 2025 മോഹൻലാൽ. തുടരും, എമ്പുരാൻ, ഹൃദയപൂർവ്വം എന്നീ മലയാള സിനിമകൾക്കൊപ്പം ഋഷഭ എന്ന പാൻ ഇന്ത്യൻ സിനിമയും മോഹൻലാലിൻ്റെതായി 2025 ഇറങ്ങുന്നുണ്ട്. വളരെ കാലത്തിന് ശേഷം ഒരു സാധാരണ ടാക്സി ഡ്രൈവറായി മോഹൻലാൽ തുടരുമയിൽ എത്തുമ്പോൾ ഹിറ്റിൽ കുറഞ്ഞൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല. ലൂസിഫറിന്റെ 2ാം ഭാഗമായി എത്തുന്ന എമ്പുരാൻ ആദ്യ ഭാഗത്തേക്കാൾ ഗംഭീര തിയേറ്റർ കളക്ഷൻ സ്വന്തമാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വർഷങ്ങൾ നീണ്ട സിനിമാ ജീവിതത്തിൽ പരാജയങ്ങൾ പലതവണ കമൽഹാസനെ തേടിയെത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ 2 എന്ന ഒറ്റ സിനിമ കമൽഹാസനിലെ അഭിനേതാവിന് വരുത്തിവെച്ചത് വലിയ ഡാമേജ് ആയിരുന്നു. മോശം പ്രകടനം കൊണ്ടും മോശം എഴുത്തുകൊണ്ടും ഇന്ത്യൻ 2 കൂപ്പുകുത്തിയപ്പോൾ കമലിന് കേൾക്കേണ്ടി വന്നു പഴി. എന്നാൽ 2025 തഗ് ലൈഫ് എന്ന മണിരത്നം സിനിമയുമായി കമൽ വരുമ്പോൾ പ്രേക്ഷകർ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. സിനിമയുടെ ടീസറും പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയിട്ടുണ്ട്. ടീസറിന്റെ അവസാനം കമൽ കണ്ണാടി താഴ്ത്തി വാതിലിനിടയിലൂടെ നോക്കുന്നതും വിൻവിളി നായിക എന്ന റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇപ്പോൾ തന്നെ ട്രെൻഡിങ്ങിലാണ്. വർഷത്തിന്റെ തുടക്കത്തിൽ മകൾ ഐശ്വര്യ രജനീകാന്തിന്റെ ലാൽ സലാം എന്ന സിനിമയിലൂടെ രജനി എത്തിയെങ്കിലും പരാജയമായിരുന്നു ഫലം. തുടർന്ന് വലിയ പ്രതീക്ഷകളുമായി എത്തിയ വേട്ടയിനും വിജയിക്കാതിരുന്നത് രജനിക്ക് തിരിച്ചടിയായി. ജയ് ഭീം എന്ന സിനിമയ്ക്ക് ശേഷം TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത ചിത്രം കാമ്പുള്ള കഥയും തരക്കേടില്ലാത്ത വിഷയമായിരുന്നിട്ടും രജനി എന്ന സ്റ്റാറിന്റെ ഭാരം താങ്ങാനാവാതെ ബോക്സ് ഓഫീസിൽ നിലംപൊത്തി. അനിരുദ്ധിന്റെ ഗംഭീര പശ്ചാത്തല സംഗീതത്തിന് പോലും സിനിമയെ പിടിച്ചു നിർത്താനായില്ല. എന്നാൽ 2025 സൂപ്പർ സ്റ്റാർ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകയുണ്ട്. ഹിറ്റ് മേക്കർ ലോകേഷ് കനകരാജ് ഒരുക്കുന്ന കൂലിയാണ് ഇനി പുറത്തിറങ്ങാനുള്ള രജനി ചിത്രം. സിനിമയുടെ ഗ്ലിംസ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആഘോഷങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. വമ്പൻ കാസ്റ്റുമായി വരുന്ന പടം കമലിന് വിക്രം സമ്മാനിച്ചതുപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് രജനിക്കും സമ്മാനിക്കുമോ എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ദി ഗോട്ട് ബോക്സ് ഓഫീസിൽ 400 കോടി നേടിയെങ്കിലും ഭൂരിഭാഗം വിജയ ആരാധകരെയും തൃപ്തിപ്പെടുത്താതെ പോയ സിനിമ അനുഭവമായി. മോശം മേക്കിങ്ങും തിരക്കഥയും സിനിമയ്ക്ക് തിരിച്ചടിയായി. രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് വിജയ് അഭിനയിക്കുന്ന അവസാന സിനിമകളിൽ ഒന്നായതിനാലുള്ള ഹൈപ്പും വിജയുടെ സ്റ്റാർ പവറുമാണ് ഗോട്ടിനെ രക്ഷിച്ചത്. എന്നാൽ 2025 ഹിറ്റ് മേക്കർ എച്ച് വിനോദിനൊപ്പം അവസാന സിനിമയുമായി വിജയ് എത്തുമ്പോൾ അത് താരത്തിന് ഒരു പക്ക സെൻഡ് ഓഫ് തന്നെ ആകുമെന്നാണ് പ്രതീക്ഷ. വർഷങ്ങൾ നീണ്ട ഷൂട്ടിംഗ്, നാട് നീളെയുള്ള പ്രൊമോഷൻ, വമ്പൻ ഹൈപ്പ്. പക്ഷേ റിലീസിനെത്തിയ ശേഷം കങ്കുവയ്ക്ക് ഒരു ഘട്ടത്തിലും തിയേറ്ററിൽ നിലയുറപ്പിക്കാനായില്ല. ആദ്യ ഷോ കഴിഞ്ഞതു മുതലുള്ള മോശം റിവ്യൂസ് സിനിമയെ പിന്നോട്ടടിച്ചു. അമിത സൗണ്ടും മോശം പ്രകടനങ്ങളും അതിലും മോശം എഴുത്തും കങ്കുവയ്ക്ക് വിനയായി. എന്നാൽ 2025 സൂര്യക്കായി കാർത്തിക് സുബരാജ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു പക്ക കംബാക്ക് പടമാണ്. റെട്രോയുടെ ടീസർ വന്നത് മുതൽ സോഷ്യൽ മീഡിയയിലാകെ ചർച്ച ഈ സിനിമയെക്കുറിച്ചാണ്. ചിത്രത്തിൽ നിന്നുള്ള എഡിറ്റുകളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. മികച്ച ആക്ഷൻ സീനുകളും ഒപ്പം റൊമാൻസും കൂടിക്കലർന്ന ഒരു പെർഫെക്റ്റ് എന്റർടൈനർ ആകും സിനിമ എന്നതിൽ സംശയമില്ല. ഒരു ഹിറ്റിനായി കാത്തിരിക്കുകയാണ് വർഷങ്ങളായി ചിയാൻ വിക്രം. മോശം സിനിമകളിലൂടെ വിക്രം എന്ന അഭിനേതാവ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പിന്നോട്ട് പോവുകയാണ്. പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത തങ്കലാൻ വലിയ പ്രതീക്ഷകളോടെ എത്തിയെങ്കിലും ബോക്സ് ഓഫീസിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായില്ല. പതിവ് പോലെ വിക്രമിന്റെ പ്രകടനം ശ്രദ്ധ നേടുകയും ചെയ്തു. എന്നാൽ 2025 അരുൺകുമാർ സിനിമയായ വീരാധീര സൂര്യനിലൂടെ വിക്രം തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും ആരാധകരും ഉറ്റുനോക്കുന്നത്. സിനിമയുടെ ടീസറിന് ഇതിനോടകം മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. സൂപ്പർ താരങ്ങളുടെ ജയപരാജയങ്ങളെ ആശ്രയിച്ചല്ല ഇന്ന് ഒരു സിനിമ ഇൻഡസ്ട്രിയും നിലനിൽക്കുന്നതെങ്കിലും ഈ താരങ്ങളുടെ വിജയം ആരാധകർക്കും ഇൻഡസ്ട്രിക്കും നൽകുന്ന ഊർജം ചെറുതല്ല. അതുകൊണ്ട് 2025 താരരാജാക്കന്മാർക്കും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.